ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും യൂണിവേഴ്സലായിട്ടുള്ള ഒരു സാധനമാണ് മടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മടിയില്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവർക്കും മടിയുണ്ട്. ഇനി മടി എങ്ങനെ മാറ്റാമെന്നുള്ളൊരു വീഡിയോ ഇട്ടുന്നെങ്കിൽ അത് കാണാൻ പോലും മടിയുള്ളവരാണ് ഏറെ പേരും, അല്ലേ? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മടി. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കിയത് മാറ്റരുത്. 15 റെസിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന. 15 റെസിസ്റ്റൻസിൽ ഏറ്റവും നമ്മളെ കുഴപ്പിക്കുന്നതും നമ്മളെ ഇനാക്റ്റീവ് ആക്കുന്ന ഒരു സാധനമാണ് മടി. എല്ലാവർക്കും ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് മടി. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബെനിഫിറ്റൊന്നും കൊണ്ട് തരുന്നില്ല. മാത്രവുമല്ല, അതിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മടി മാറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഈ സ്ട്രെസ് ഉണ്ടാകുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല, എല്ലാം കൂടി ഒരുമിച്ച് ലാസ്റ്റ് മൊമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പെർഫെക്ഷൻ വേണ്ട, ഒരു 80% പോലും ഫുൾഫിൽ ആവില്ല. ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് പല സന്ദർഭങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നത്. ആളുകൾ വ്യത്യസ്തരാണെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും മടിയും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ്. ഒരു കോച്ച് എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളുടെ മടിയുടെ റീസൺ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അവരെ കോച്ചിങ്ങിലേക്ക് ഉള്ള സജഷൻസ് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മടിയുടെ കാരണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത എന്തോ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഈ മടിയുമായിട്ട് നടക്കുന്നത്. പരാജയപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക, ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മടി ഉണ്ടാകാം. അപ്പോൾ ആദ്യം തന്നെ മടിയുടെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടാണ് നമുക്ക് മടി മാറ്റാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് പറ്റിയിട്ടുള്ളൊരു കോച്ചിങ്ങിലേക്ക് ഈ കോച്ചുമാർക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ജോലി ഒരുമിച്ച് ചെയ്യേണ്ടി വരിക, ബൾക്കായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, ഒത്തിരി പഠിക്കാൻ ഉണ്ടാകേണ്ടുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് മടി ഉണ്ടാക്കും. ഇത്രയും ചെയ്തു തീർക്കണമല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കിനി ചെയ്തു തീർക്കാനുള്ള എന്നുള്ള ചിന്ത തന്നെ റിപ്പീറ്റഡായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മടിയിലേക്ക് ചെന്ന് വീഴും. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊരു ഭാരമായി മാറിയെന്ന് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഭാരമായി മാറുന്നത്. അതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ മടി ഒരു പ്രശ്നമല്ലാതായി മാറും. ഇനി കുറച്ച് കൂടുതൽ വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ടെങ്കിൽ അതിന് ചങ്ക് ഇറ്റ് ഡൗൺ, ചെറിയ ചെറിയ പീസ് ആക്കുക. എന്നിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതൊരു മടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നമ്മളുടെ ചിന്തയിൽ പോലും വരില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും മടിയില്ലാതെ തന്നെ ആ വർക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മളൊരു ടൈം ബോണ്ടായിട്ട് വർക്ക് തീർക്കുക എന്നുള്ളതാണ്. സമയപരിധി, അവിടെ ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്തിനുള്ളിൽ ആ വർക്ക് ചെയ്ത് തീർക്കണം എന്നൊരു ഇൻറ്റൻഷൻ കൊടുത്ത് അതിലേക്ക് ആക്ഷൻ എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാകും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് കൂടുതലാകാനും പാടില്ല. ബ്രേക്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ എൻജോയബിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. നമ്മൾ ഈ എടുക്കുന്ന 5 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടല്ലോ, അത് നമ്മളെ റിഫ്രഷ് ചെയ്യാനും നല്ല പവർഫുള്ളായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് ഹെക്റ്റിക്കായിട്ടൊരു വർക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതല്ലേ? ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കേൾക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വിടും, പാട്ട് കേൾക്കും, ഇതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഹെക്റ്റിക്കായിട്ടുള്ള വർക്കിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് വർക്കിനെ കൂടുതൽ എൻജോയബിൾ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഷ്ടമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എളുപ്പമുള്ള കാര്യങ്ങൾ, അതായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത്, അത് പിന്നീട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ബേർഡനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിരുത്തി ചെയ്യുകയും വേണം. അല്ലാതെ സോഷ്യൽ മീഡിയ, നെറ്റ്ഫ്ലിക്സ്, അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം റീൽസ്, അല്ലെങ്കിൽ അൺനെസസറി ചാറ്റിങ്, ഇതൊക്കെ ഒഴിവാക്കി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ എളുപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാനും പറ്റും, മടി മാറ്റിയെടുക്കാനും. ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു എളുപ്പ വഴി, ഒരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര ക്യൂരിയസ് ആകുക, ഇൻട്രസ്റ്റ് ഉണ്ടാകുക. ഈ ക്യൂരിയസ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് ഇൻട്രസ്റ്റ്. ക്യൂരിയസ് ആകുന്ന എന്തൂസിയാസം ഉള്ള ഒരു വ്യക്തിയിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുണ്ടാകുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അവിടെ മടി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാകണം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം, എന്നാൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മടി മാറണമെങ്കിൽ ആ മടി മാറുന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു കോച്ച് എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളുടെ മടി മാറ്റി എങ്ങനെ അതിനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഒരു കോച്ച് ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ലക്ഷ്യങ്ങൾ, അതുപോലെ നമ്മുടെ ഗോൾസിലുള്ള ക്ലാരിറ്റി, നമ്മുടെ കയ്യിലുള്ള ടൈമിനെ കുറിച്ചുള്ള അവയർനെസ്, നമ്മൾ ഇൻട്രസ്റ്റ്, ആ ഒരു കാര്യം ചെയ്യാനുള്ളൊരു താല്പര്യം, ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വലിയ മടിയും മാറ്റാം. ഇപ്പോൾ എൻ്റെ കോച്ചിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളവരെല്ലാവരും തന്നെ
ഈ ഒരു പ്രാക്ടീസിലൂടെയൊക്കെ കടന്നിട്ട് അവർ പവർഫുള്ളായിട്ട് ഈ റെസിസ്റ്റൻസിനെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ലേസിനെസ് പോലെയുള്ള പെർഫെക്ഷനിസം പോലെയുള്ള ഫിയർ പോലെയുള്ള എല്ലാത്തിനെയും എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നന്നായി പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾക്കും അങ്ങനെ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കോച്ചുമാരുമായിട്ടോ ബന്ധപ്പെടാം.